ഹലോ, ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ബർത്ത്ഡേസ് ഒക്കെ ഉള്ളപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നത് ഞാനാണ്. കാരണം എനിക്കിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു സർപ്രൈസ് അവനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ അനിയനും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അവൻ്റെ ഫ്രണ്ട്സിനോട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ കയ്യിലാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ കുട്ടുവിനൊരു ഐഡിയ ഇല്ലായിരുന്നു നമ്മൾ എന്താ കൊടുക്കുന്നത്. പക്ഷേ അവൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും ഓഫ് കോഴ്സ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും. അങ്ങനെ ഞങ്ങളൊരു ബാഗും പിന്നെ ഒരു ടീഷർട്ടുമാണ് കൊടുത്തത്. ഈ ബാഗ് ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്തതാണ്. ടീഷർട്ട് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെ അവനത് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവനിങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനൊരു സൈഡ് ബാഗ് വേണം. അപ്പോൾ അത് ഓർത്തിട്ട് നമ്മൾ വാങ്ങിയതാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് അവൻ്റെ ഫ്രണ്ട്സ് ഇത് ഓർഗനൈസ് ചെയ്യുന്നതും. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വീഡിയോ അയച്ചു തരണം. അതുകൊണ്ട് അവരത് ഓരോ ഡീറ്റെയിൽ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇത് ക്രിയേറ്റീവാണ്, പക്ഷേ ഇത് അനുകരിക്കണം. എന്തെങ്കിലും പറ്റിപ്പോയാലോ. പിന്നെ അവനാണെങ്കിൽ എന്തൊക്കെയോ പൊടികളൊക്കെ വാരിയായിരുന്നു. എനിക്ക് ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞിട്ടോ അവൻ്റെ ഫ്രണ്ട്സ് അവനെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആൻഡ് ദാറ്റ്സ് റിയലി നൈസ്, യു നോ. ലാഭമായതുകൊണ്ട് പറയില്ല. ഇത്രയും കൃത്യനിഷ്ഠയും ഇത്രയും ഉത്തരവാദിത്ത ബോധവും ഇത്രയും ചുറുചുറുക്കുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ആണ്. അവള് പറഞ്ഞു തന്നെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അത്രേ ഉള്ളൂ. ജോണി പറഞ്ഞത് നല്ല സ്വഭാവമാണ്. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ആൽവിൻ നല്ല ഫ്രണ്ടാണ്. പിന്നെ നല്ല കൂൾ ചേച്ചിമാരുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞ പിന്നെ ആൽവിന് നല്ലൊരു ആളാണ്. ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഒരുമിച്ച് പറയാം. ഞാൻ പറഞ്ഞു പറയുന്നത് ആൽവിൻ എന്റെ ഉല്ലാസകാരിക പാർട്ട്ണറായിരുന്നു. ഡാൻസർ ഞാൻ ജീവിതം കണ്ടിട്ടില്ല. എന്തിനാ പറഞ്ഞ ഒന്നില്ല അവനെ എപ്പോഴും നിന്റെ മുമ്പിലല്ലേ. ഹാപ്പി ബർത്ത്ഡേ കുട്ടു കുട്ടു ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ആൽവിൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു കൈവർക്ക്. അയ്യോ, ഇവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ടോക്കിംഗ് സെഷൻസ്, ആക്ടിവിറ്റീസ്, അതൊക്കെ ഒരു കാലം. പിന്നെ ഇവനെ പറ്റി പറഞ്ഞതിൽ പകുതി കാര്യങ്ങളിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ആ കൂൾ സിസ്റ്റേഴ്സ് പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ കൃത്യനിഷ്ഠതയൊക്കെയോ ഇവനോ എപ്പോ എങ്ങനെ എനിക്കറിയില്ല. എനിവേ, ഹാപ്പി ബർത്ത്ഡേ മൈ ലിറ്റിൽ വൺ. ഐ എം സോ ഹാപ്പി ഫോർ യു. ആൻഡ് കുട്ടുവിൻ്റെ ഫ്രണ്ട്സിനോട് താങ്ക് യു ഫോർ ഓർഗനൈസിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ ഫോർ ഹിം. സോ ഇനി നെക്സ്റ്റ് ആരുടെ ബർത്ത്ഡേ എന്ന് കാണാം. ബൈ ബൈ.